ലോക ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ നേരിട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഡിഫൻഡർ ആരാണ്? പല കാലഘട്ടങ്ങൾ, പല രാജ്യങ്ങൾ, പല ഇതിഹാസങ്ങൾ, എന്നാൽ എല്ലാവരും ഉരുവിട്ട പേര് ഒന്നു മാത്രമായിരുന്നു. അത് സാക്ഷാൽ പൗലോ മൽദീനി എന്നായിരുന്നു. മൽദീനിയുടെ ഇൻസ്പയറിംഗ് സ്റ്റോറി കേൾക്കുന്നതിന് മുമ്പായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നുപോലെ. ഫുട്ബോളിൽ സ്പീഡിനെ തോൽപ്പിക്കാം, പവറിനെ തോൽപ്പിക്കാം, സ്കില്ലിനെ തോൽപ്പിക്കാം, പക്ഷെ ഒരു പ്ലെയറിന്റെ മാച്ച് വായിക്കുന്ന ബുദ്ധിയെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട ഡിഫൻഡർമാരിൽ ഒരാളായി പൗലോ മൽദീനി മാറിയത്. 1968 ഇറ്റലിയിലെ മിലൻ എന്ന പട്ടണത്തിൽ ഫുട്ബോൾ രക്തത്തിൽ ജനിച്ചൊരു കുട്ടി 16-ാം വയസ്സിൽ AC മിലന്റെ ജേഴ്സി ആദ്യമായി ധരിച്ചു. ആ ദിവസം മുതൽ അതൊരു ഡെബ്യൂട്ട് ആയിരുന്നില്ല, ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ വിശ്വസ്തതയുടെ തുടക്കമായിരുന്നു. ഫുട്ബോളിൽ പ്ലേയേഴ്സ് ക്ലബ്ബുകൾ മാറും, കൂടുതൽ പണം സമ്പാദിക്കും, ജേഴ്സി മാറും, കാലം മാറും, പക്ഷെ 25 വർഷം ഒരു ജേഴ്സി, ഒരു ക്ലബ്, AC മിലൻ. റൊണാൾഡോ നസാരിയോ, സിഡാൻ, ബാറ്റിസ്റ്റൂട്ട, ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഡേഞ്ചറസ് പ്ലേയേഴ്സ് 90 മിനിറ്റ് മുഴുവൻ ഒരു മനുഷ്യനെ മറികടക്കാൻ പോരാടുകയായിരുന്നു. കാരണം അവരുടെ മുന്നിൽ നിന്നിരുന്നത് സാക്ഷാൽ പൗലോ മൽദീനി ആയിരുന്നു. 900-ലധികം മത്സരങ്ങൾ, 7 Serie A കിരീടങ്ങൾ, 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, ലോകം കണ്ട ഏറ്റവും സ്ഥിരതയുള്ള ക്യാപ്റ്റനായി മാറി. ചരിത്രത്തിൽ ഗോളുകൾ ഓർക്കും, കപ്പുകൾ ഓർക്കും, റെക്കോർഡുകളും ഓർക്കും. പക്ഷെ ഒരു കളിക്കാരൻ കളി അവസാനിച്ചിട്ടും ബഹുമാനം നേടണമെങ്കിൽ അതാണ് യഥാർത്ഥ ഇതിഹാസം.